നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഒളിമ്പിക്സ് ഇപ്പോൾ പാരീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക് ഫുട്ബോൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ആദ്യ മത്സരത്തിൽ വമ്പന്മാരായ ഫ്രാൻസിനും അതുപോലെ തന്നെ സ്പെയിനിനും ഒക്കെ വിജയം നേടാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ സൗത്ത് അമേരിക്കൻ കരുത്തരായ അർജന്റീന പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിലെ ജേതാക്കളായ ബ്രസീലിന് ഇത്തവണത്തെ ഒളിമ്പിക് ഫുട്ബോളിന് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടുമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ കളിക്കുന്ന ഏറ്റവും മൂല്യം കൂടിയ താരങ്ങളുടെ ഒരു പട്ടികയാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല, മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസ് ആണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. 90 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം വരുന്നത്. താരത്തേക്കാൾ വലിയ ഒരു സൂപ്പർ താരം നിലവിൽ ഒളിമ്പിക്സിൽ ഇല്ല എന്ന് വേണം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ. രണ്ടാം സ്ഥാനത്ത് PSG മൊറോക്കൻ സൂപ്പർ താരമായ അഷ്റഫ് ഹക്കീമിയാണ് വരുന്നത്. 60 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം വരുന്നത്. പിന്നീട് 2 ഫ്രഞ്ച് താരങ്ങളാണ് വരുന്നത്. 55 മില്യൺ യൂറോയാണ് യുവ പ്രതിഭയായ മിഷേൽ ഒലീസയ്ക്ക് വരുന്നത്. അതേസമയം ലൂക്കബയുടെ ഒരു മൂല്യം എന്നുള്ളത് 40 മില്യൺ യൂറോയാണ്. അതിനുശേഷം 3 സ്പാനിഷ് താരങ്ങളാണ് ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ബെയ്ന, അതുപോലെ തന്നെ ഒമോറോ ഡിയോൺ, കുബാർസി എന്നിവരാണ് വരുന്നത്. ഇതിൽ FC ബാഴ്സലോണയുടെ സൂപ്പർ താരമായ കുബാർസിയുടെ മൂല്യം 30 മില്യൺ യൂറോയാണ്. ഇവരൊക്കെയാണ് ഇപ്പോൾ ഒളിമ്പിക്സിലെ സൂപ്പർ താരങ്ങളായിക്കൊണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിട്ടിട്ടുള്ളത്. ആരായിരിക്കും ഇത്തവണത്തെ ഒളിമ്പിക് ഗോൾഡ് സ്വന്തമാക്കുക? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.